നിസ്കാരം അടിമന്റെയും റബ്ബിന്റെയും ഇടയ്ക്കുള്ള വൂസനത്താണ്. അതിന്റെ ഗാംഭീര്യം, ഗൗരവം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. നിസ്കാരം അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ തൊട്ട് അടുത്ത് നടക്കാൻ പോലും കഴിയാത്ത സമയം രണ്ട് വ്യക്തികൾ രണ്ടു ഭാഗത്തും പിടിച്ച് പള്ളിയിലേക്ക് നടത്തുന്ന സമയത്ത് യഖുത്തു റിജലാഹു, അവിടുത്തെ രണ്ട് കാലും ഭൂമിയിൽ ഇങ്ങനെ വരക്കുകയാണ്. കാല് പൊന്തിച്ചു വെക്കാൻ കഴിയില്ല. എന്നിട്ട് പോലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തിന് വേണ്ടി മദീന പള്ളിയിലേക്ക് പോയി. ബാബു ഹദ്ദിൽ മരീദ് അൻ യത്റുക്കൽ ജമാഅ, ഒരു രോഗിയായ മനുഷ്യൻ ജമാഅത്ത് കഴിക്കേണ്ടുന്ന അതിർത്തി എന്താണെന്ന് പഠിപ്പിക്കുന്ന അധ്യായം എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹെഡിങ്ങിട്ടുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഒരാൾ താങ്ങിപ്പിടിച്ചുകൊണ്ട് വരാനാണ് സാധിക്കുന്നതെങ്കിൽ എന്നാലും അവൻ വരണം. പ്രിയപ്പെട്ട കുട്ടികളെ, യുവാക്കളെ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പള്ളിയിൽ കഴിയുന്നതും ജമാഅത്തിന് വരണം. ഇനി അതെല്ലാം പോകട്ടെ, ഒരു നിലക്കും സാധിക്കുന്നില്ലെങ്കിലും ഒരൊറ്റ വഖ്ത് നിസ്കാരവും നിങ്ങളാരും ഖളാക്കി കളയരുത്, ഒഴിച്ചു കളയരുത്. അത് എന്ത് കല്യാണം വന്നാലും, സമ്മേളനം വന്നാലും, ഇലക്ഷൻ വന്നാലും, മറ്റെന്ത് വന്നാലും നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് ഒരു മണിക്കൂറിന് ഒരു മിനിറ്റ്, ഒരു മണിക്കൂറിന് ഒരൊറ്റ മിനിറ്റ് മാത്രം എടുത്താൽ 24 മണിക്കൂറിന് 24 മിനിറ്റ് അത് ഉപയോഗിച്ചാൽ ഫർള് നിസ്കരിക്കാൻ കഴിയും. അതുകൊണ്ട് കുത്തി മറിഞ്ഞ് നിസ്കരിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഏറ്റവും ചുരുങ്ങിയത് 24 മിനിറ്റ് എടുത്താൽ ഫർള് നിസ്കരിക്കാൻ കഴിയും. എന്നിട്ട് പോലും ആ ഫർള് നിസ്കാരം ഖളാക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനോട് എങ്ങനെയാണ് അടുക്കുക? അതൊരിക്കലും അടുക്കുകയില്ല. ചെറുപ്പക്കാരെ, കുട്ടികളെ, നമ്മളിതെല്ലാം ചെയ്ത് വലിയ അമൽ ചെയ്തു പോയി എന്നൊന്നും കരുതണ്ട. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ശത്രു കുത്തി അങ്ങനെ അവിടെ കിടക്കുന്ന സമയത്ത് അവിടുന്ന് കരയുന്നു. ഒരാൾ വന്ന് ചോദിക്കുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലങ്കയായി അവിടുത്തെ സഹായിച്ചു കൊടുത്ത ആളാണ്. തങ്ങളെ കൊല്ലാൻ വന്ന മുഴുവൻ ശത്രുക്കളെയും ആട്ടിയോടിച്ച ആളാണ് നിങ്ങൾ. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലുമായി വളരെ അടുത്ത ആളാണ്, രണ്ടാമത്തെ ഖലീഫയാണ്. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലഅർജു അൻ യകൂന കഫാഫ, ഞാൻ ചെയ്ത അമലുകൾ, ഞാൻ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം എനിക്ക് അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്ത് അനുഗ്രഹങ്ങൾ ചേർത്തിയാൽ അത് രണ്ടും തമ്മിൽ തട്ടിക്കഴിച്ചു നോക്കാൻ ആയാൽ നന്നായിരുന്നു എന്നാ അവിടുന്ന് പറഞ്ഞത്. അത്രത്തോളം അള്ളാഹുവിന്റെ നിഅമത്ത്, വലിയ നിഅമത്ത് നമുക്ക് അല്ലാഹു തആല തന്നിട്ടുണ്ട്.